കേരളത്തെ ആകെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസിലെ പ്രതികളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയാണ്. ആ ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഞെട്ടലോടുകൂടി മാത്രം ടി വി കാണാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ പലവരും ടി വി ഓഫ് ചെയ്ത ഒരു സമയമായിരുന്നു. അതിലെ പ്രതികളെ ഇപ്പോൾ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയാണ്. ഇതാണ് ആ പ്രധാനപ്പെട്ട പ്രതി. വിഷ്ണു പ്രകാശ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവിഷെ, മലയാളക്കര എല്ലാവരും ഒന്ന് പേടിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇലന്തൂർ നരബലി കേസ്. അതിലെ പ്രതികളെയാണ് ഇപ്പോൾ വിചാരണ നടപടിയുടെ ഭാഗമായി എറണാകുളം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചുള്ളത്. 3 പ്രതികളാണുള്ളത്. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, അതുപോലെ തന്നെ ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല എന്നിവരാണ് ഇപ്പോൾ ഈ വിചാരണ നടപടികൾക്കായി കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കടവന്ത്ര പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു തിരോധാന കേസിൽ നിന്നുമാണ് ഇതിന്റെ സംഭവങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള പത്മ എന്ന സ്ത്രീയെ കാണാനില്ലെന്ന് കാട്ടി അവരുടെ സഹോദരി നൽകുന്ന ഒരു പരാതി, തുടർന്ന് അത് അന്വേഷിച്ച് ചെന്നെത്തിയത് പോലീസ് വലിയ കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച വലിയ കൊലപാതകവും ക്രൂരമായിട്ടുള്ള കൊലപാതക വാർത്തയിലേക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്ന വിധത്തിലായിരുന്നു ആ പോലീസിന്റെ അന്വേഷണം എത്തിയത്. 2 കൊലപാതകങ്ങളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പത്മ എന്ന തമിഴ്നാട് സ്വദേശിയും അതുപോലെ തന്നെ കാലടിയിൽ താമസിച്ച റോസ്ലിൻ എന്ന പാലക്കാട് സ്വദേശിനിയുമാണ് ഈ ഒരു ഇരകളായി ഇത് കേസിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ കൊലപാതകം അത് അതിക്രൂരമായിരുന്നു. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി ഈ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫി അവരെ ഭഗവത് സിംഗിന്റെ ഇലന്തൂരിലുള്ള വീട്ടിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും അതിനുശേഷം കഴുത്തറുത്തുള്ള കൊലപാതകം നടത്തുകയായിരുന്നു. തുടർന്ന് ഇവരുടെ മാംസം, ഈ കൊല ചെയ്യപ്പെട്ടവരുടെ മാംസം അത് ഈ പ്രതികളെല്ലാവരും ചേർന്ന് ഭക്ഷിക്കുന്ന നിലയിലേക്കും എത്തി എന്നുള്ള തരത്തിലുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. ഇതിൽ ആദ്യ കേസിലെ വിചാരണയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതായത് പത്മത്തിന്റെ കേസിലെ ഇന്ന് പത്മത്തിന്റെ സഹോദരിയും പരാതിക്കാരിയായിട്ടുള്ള സഹോദരിയുടെ ഒരു വിചാരണയായിരിക്കും നടക്കുക. അവരുടെ വിസ്താരമാണ് ഇന്നിപ്പോൾ നടക്കുക. ഇവരെ കോടതി വിശദമായി വിസ്തരിക്കും. തുടർന്ന് 12-ാം തീയതിയാണ് 2ാമത്തെ കേസിൽ, അതായത് റോസ്ലിന്റെ കേസിലെ വിസ്താരണം നടത്തുക. ഏതായാലും 3 പ്രതികളെയും ഇപ്പോൾ എറണാകുളം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ ടി മധുസൂദനൻ ജഡ്ജിയാണ് ഈ ഒരു കേസ് കേൾക്കുക. പ്രോസിക്യൂട്ടറായിട്ടുള്ള അജകുമാർ അല്പം മുമ്പ് കോടതിയിൽ എത്തുകയും ഇതിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. ഏതായാലും വിചാരണ നടപടികൾ, കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച ഇലന്തൂർ നരബലിയിലെ വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കുറ്റകൃത്യം ഉൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള കുറ്റപത്രം പോലീസ് ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ കാലതാമസമില്ലാതെയായിരുന്നു ഈ ഒരു കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത്. അന്നാണ് കേരളക്കര ഒന്നടങ്കം ഇതിന്റെ കുറ്റകൃത്യങ്ങളുടെ ഇതിന്റെ തീവ്രത മനസ്സിലാക്കുന്നതും തുടർന്ന് എല്ലാവരിലും വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇലന്തൂർ നരബലി എന്ന് പറയുന്നത്. ഈ കൊലപാതകം നടത്തിയ ശേഷം ഇവരുടെ മൃതദേഹം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതികൾ ചെയ്തത്. ഏതായാലും സിനിമാ വാഗ്ദാനം നൽകി 2022 ജൂണിലാണ്, ഈ മാസത്തിലാണ് ഇങ്ങനെ ഒരു വല്ലാത്ത കേരളത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ വാർത്ത വായിക്കുന്നവർക്കും റിപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇത് കണ്ടിരിക്കുന്നവർക്കും ഒക്കെ പറയാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ പോകുന്ന ഒരു വാർത്തയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ, ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്ന ആളുകൾ അത്ഭുതത്തോടെ ഞെട്ടലോടെ ഇരുന്ന സംഭവമായിരുന്നു ഈ ഇലന്തൂർ നരബലി എന്നത്. 2 പാവം സ്ത്രീകളാണ്. തമിഴ്നാട് സ്വദേശിയായ പത്മ, കാലടി സ്വദേശിയായ റോസ്ലി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം അവിടെ നടത്തിയ പരിശോധനകൾ, സാധനങ്ങൾ കണ്ടെത്തുന്നതും ഒക്കെ നമ്മളിങ്ങനെ കണ്ടാണ്. പിന്നീട് ആ വീട് കാണാൻ വേണ്ടി ആളുകൾ, ഒരു പ്രേതാലയം പോലെ ആളുകൾ ഭയപ്പെട്ട് പുറമേ നിന്നൊക്കെ ഇതാണ് നരബലി നടന്ന സ്ഥലം എന്ന് കരുതി ആളുകൾ അങ്ങോട്ടേക്ക് വട്ടം കൂടി നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പിന്നെ നമ്മൾ കണ്ടാണ്. ഇലന്തൂരുകാർക്ക് തന്നെ ഇത് സത്യത്തിലോ ഞങ്ങളുടെ നാട്ടിൽ ഇത് വന്ന് സംഭവിച്ചല്ലോ എന്ന നിലയിലൊരു അപമാനഭാരം എന്ന നിലയ്ക്ക് അവിടുത്തെ പലരും പ്രതികരിക്കുന്നതൊക്കെ കണ്ടാണ്. 2022 നടന്നതാണ്. വേഗത്തിലൊക്കെ കുറ്റപത്രം നടക്കുന്ന പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതും മറ്റു ചില നിയമ നടപടികളൊക്കെ വൈകിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ 2026 4 വർഷം പിന്നിടുന്ന വേളയിൽ അതിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങുന്നത്.